ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് റുട്ടീൻ വീഡിയോ ആണ്. രാവിലെ എണീറ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാണ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. കിച്ചണിൽ കയറിയാൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം തലേദിവസം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ അതത് സ്ഥാനത്ത് എടുത്തു വെക്കുക എന്നുള്ളതാണ്. ഞാൻ ഇതുപോലത്തെ ബാസ്കറ്റ് ഡ്രെയിനറിലാണ് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാറുള്ളത്. പാത്രങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഞാൻ അത് കബോർഡ്സിലേക്ക് വെക്കാറുള്ളൂ. അല്ലാതെ ഉണങ്ങാതെയൊക്കെ വെക്കുകയാണെങ്കിലാണ് ഈ പാറ്റ ശല്യമൊക്കെ ഉണ്ടാകുന്നത്. നോർമലി ഞാൻ ഹസ്ബൻഡും കൂടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കുന്നത്. പക്ഷെ ഇന്ന് ഹസ്ബൻഡ് ഇവിടെ ഇല്ല, മക്കള് രണ്ടുപേരും എണീറ്റിട്ടുമില്ല. അപ്പൊ ഇന്നത്തെ കാര്യമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് വേണം ചെയ്യാന്നുള്ളതാണ്. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കുന്നത്. ഫില്ലിംഗ് ആയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. ഈവയ്ക്കും ആമയ്ക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കഴുകിയെടുക്കാം. ഞാനിവിടെ ക്യാരറ്റ്സ്, കുക്കുംബർ, ടൊമാറ്റോ, പിന്നെ കോൺ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒനിയനും എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം കോൺ പുഴുങ്ങിയെടുക്കാൻ പോവാണ്. കോൺ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാലോ. വെജിറ്റബിൾസ് ഇതേ ഇതുപോലെ കുനുകുനുകുനാന്ന് പറയില്ലേ, അങ്ങനെ ചെറുതായിട്ട് എല്ലാം കട്ട് ചെയ്യാം. ഞാൻ നോർമലി കുക്കുംബർ ആണെങ്കിലും ക്യാരറ്റ് ഒക്കെ ആണെങ്കിലും ഇങ്ങനെ കൊത്തി അരിയുവാണ് ചെയ്യുന്നത്. ഇന്ന് എന്റെ കയ്യുറ കാണാനില്ല, അതുകൊണ്ടാണ് കട്ടിംഗ് ബോർഡ് ഒക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഉള്ളിയും കൂടി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. കുക്കുംബർ, ക്യാരറ്റ്, ടൊമാറ്റോ ആൻഡ് ഒനിയൻ, ഇത് നാലുമാണ് നമ്മളിപ്പോൾ അരിഞ്ഞെടുത്തത്. ഇത് അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് കോണും വെന്ത് വന്നിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഞാനൊരു 3 മുട്ട കൂടി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു, മയനൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കോൺ ഞാൻ മിക്സറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കോണും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് മയണൈസ് ഉണ്ടാക്കാം. പുഴുങ്ങിയ മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ആ സെയിം സ്പൂണിൽ തന്നെ 1.5 ടേബിൾ സ്പൂൺ സിന്തറ്റിക് വിനെഗർ, ആ സ്പൂണിൽ തന്നെ ഒരു സ്പൂൺ വാട്ടർ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും മയണൈസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ഇനി ഈ ഒരു മിക്സിലേക്ക് മയണൈസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർക്കണം. ഇനി ഇതേ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആക്ച്വലി ഈ ഒരു മിക്സിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മയണൈസ് ആണ്. എന്റെ കയ്യിൽ സാൻഡ്വിച്ച് മേക്കർ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാണ് ഒരു 10 മിനിറ്റ്സ്. സാൻഡ്വിച്ച് മേക്കർ വേണമെന്നൊന്നുമില്ല, സാധാരണ ഒരു പാനിലാണെങ്കിലും ചൂടാക്കി എടുത്താലും മതി. ബ്രെഡിൽ കുറച്ച് ചീസ് വെച്ചതിന് ശേഷം അതിന്റെ ടോപ്പിൽ നമ്മുടെ ഫില്ലിങ്സ് വെക്കാണ്. പിന്നെ വീണ്ടും ചീസ് വെക്കുന്നു. ടോപ്പിൽ ഒരു ബ്രെഡ് സ്ലൈസും കൂടെ വെക്കാണ്. സാൻഡ്വിച്ച് മേക്കർ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ബട്ടർ അപ്ലൈ ചെയ്യാണ്. ഈ ഒരു രീതിയിൽ ബട്ടർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ കൈയൊന്നും പൊള്ളില്ല കേട്ടോ. ഇനി നമുക്ക് എല്ലാ സാൻഡ്വിച്ചും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ അവസാനം സാൻഡ്വിച്ച് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ആമി ഇവയും ഇതുവരെ എണീറ്റിട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പറ്റിയെന്ന് പറയാം. ഇനിയിപ്പോൾ എന്താ, കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം, സെറ്റ് ചെയ്യണം, പഴയ പടി ആക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയാലും ലഞ്ച് ആക്കിയാലും ഡിന്നർ ആക്കിയാലും പാത്രങ്ങളും സ്പൂണും കത്തികളും എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും ഇങ്ങനെ നിരന്നു വരുമല്ലോ. അതെല്ലാം കഴുകി അതത് സ്ഥാനത്ത് ഉണക്കി വെക്കണ്ടേ. എന്നാ പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ സിങ്കിൽ ഇങ്ങനെ പാത്രം കിടക്കുന്നത് മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എവിടെയെങ്കിലും പോയിരിക്കുമ്പോൾ അതിങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. അത് കഴുകി വെച്ചാലേ സമാധാനമാവുള്ളൂ. അങ്ങനെ കിച്ചണൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈവേ ആമയും ഇതുവരെ എണീറ്റിട്ടില്ല. എനിക്ക് നല്ല വിശന്ന് വരുന്നുണ്ട്. 9 o'clock ആയി. ഞാൻ ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വിചാരിച്ചു. എന്തിനാ വെറുതെ വിശന്നിരുന്ന് വയറ്റിൽ ഗ്യാസ് കയറ്റുന്നത്. ഞാൻ കഴിച്ചോണ്ടിരിക്കുമ്പം ഈവേ എണീറ്റു. ഇവക്കുട്ടി പല്ലൊക്കെ തേച്ച് മിടുക്കി കുട്ടിയായി. ആമിക്കാണെങ്കിലും ഈവയ്ക്കാണെങ്കിലും എണീറ്റ് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം കൊടുക്കുന്നത് വെള്ളമാണ്. അതിനുശേഷം മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയുള്ളൂ. അമ്മയുടെ സാൻഡ്വിച്ച് എങ്ങനെയുണ്ട് കുട്ടി? ഇഷ്ടപ്പെട്ടോ? നല്ലതാണോ? ആമിക്കുട്ടി എണീറ്റു, പല്ലൊക്കെ തേപ്പിച്ച് വെള്ളമൊക്കെ കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പേ ആമിക്ക് ഒരു കുപ്പി പാല് കുടിക്കുന്ന ശീലമുണ്ട്. അത് കുടിച്ചാൽ മാത്രമേ ആളൊന്ന് ഉഷാറാവുള്ളൂ കേട്ടോ. ഈ കുട്ടി കുറച്ച് എഴുതി പഠിക്കുകയാണ്. ഈ ഒരു ടൈമിലാണ് വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്നത്. അപ്പൊ ഞാൻ വേസ്റ്റ് എടുത്ത് പുറത്ത് വെക്കുകയാണ്. ഫുഡ് വേസ്റ്റും ഡ്രൈ വേസ്റ്റും ഒക്കെ സെപ്പറേറ്റ് ആക്കി തന്നെ വെക്കണം. അതുകൊണ്ട് തന്നെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ വലിയ ടെൻഷനൊന്നുമില്ല. 2 പേര് ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മോർണിംഗ് റൂട്ടീൻ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.